എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ CPM വിമത കലാരാജു ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDF സ്ഥാനാർത്ഥിയായാണ് കലാരാജു ജയിച്ചത്. കലാരാജുവിന് 13 വോട്ടും LDFന് 12 വോട്ടുകളുമാണ് കിട്ടിയത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട്. പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയാം, പക്ഷേ നമ്മൾ അങ്ങനെ അഹങ്കാരത്തോടെ പറയുന്നില്ല. എന്നാലും നമുക്ക് അതിനൊരു മറുപടി കൊടുക്കാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതെ. ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും. കൂത്താട്ടുകുളത്തുനിന്ന് ലാല്, നേരത്തെ പലതവണ വലിയ സംഘർഷങ്ങൾക്കൊക്കെ വേദിയായതാണ് ഈ വിഷയത്തിൽ കൂത്താട്ടുകുളം. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം എന്താണ് നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ? ഇപ്പോഴും LDFന്റെ അംഗങ്ങൾ നഗരസഭയ്ക്കകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യമായി നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുത്തതിന് ശേഷം കലാരാജു ആ കസേരയിൽ, ചെയർപേഴ്സന്റെ കസേരയിൽ ഇരിക്കുകയാണ്. ആ മുറിക്ക് തൊട്ടു മുന്നിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ LDFന്റെ അംഗങ്ങൾ പ്രതിഷേധവുമായിരിക്കുന്നത്. ഒറ്റുകാരി എന്ന് വിളിച്ചുകൊണ്ടാണ് ആ പ്രതിഷേധം പുരോഗമിക്കുന്നത്. പാർട്ടി ഒറ്റുകൊടുത്ത നിലവിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. വിപ്പ് നൽകിയത് ലംഘിച്ചു എന്നീ ആരോപണങ്ങൾ നേരത്തെ തന്നെ LDF ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾ വീണ്ടും പറയുകയാണ്. വോട്ടെടുപ്പ് നടന്നതിന് തൊട്ടു പിന്നാലെ, അതായത് വിജയം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സഭാതലത്തിൽ ആദ്യം മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം പ്രതിഷേധം എന്നുള്ളതായിരുന്നു. അത് LDFന്റെ ഭാഗത്തുനിന്നുള്ളതായിരുന്നു. UDF അംഗങ്ങൾ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അഭിനന്ദനങ്ങളോ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യം ആ ഹാളിൽ മുഴങ്ങി. നേരത്തെ ചെയർപേഴ്സണായിരുന്ന വിജയ ശിവനെതിരെയാണ് നിലവിൽ മത്സരം നടന്നിരുന്നത്. വിജയ ശിവനെതിരെ 1 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം നടന്നത്. അതായത് CPM വിമതയായിട്ടുള്ള കലാരാജു ഇപ്പുറത്തെത്തി ആ വോട്ട് കൂടി ചേർന്നതോടുകൂടി ഭരണം ഇപ്പുറത്തോട്ട് പൂർണ്ണമായി മാറുന്ന രീതിയിലായിരുന്നു. കഴിഞ്ഞ 5-ാം തീയതിയാണ് ഇവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് നിലവിലുണ്ടായിരുന്ന LDF ഭരണത്തെ UDF അട്ടിമറിക്കുകയുണ്ടായത്. ഇതിനുശേഷം ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും നാടകീയ സംഭവങ്ങൾ കൂത്താട്ടുകുളത്ത് അരങ്ങേറി എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന കൗൺസിൽ യോഗം, ഒരേ ഒരു കൗൺസിൽ യോഗം നടക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതുപോലും എങ്ങനെയാകും എന്ന കാര്യത്തിൽ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർപേഴ്സന്റെ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് കൂടി നടക്കും. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്കും ആഹ്ലാദ പ്രകടനങ്ങൾക്കും കൂത്താട്ടുകുളം വീണ്ടും വേദിയാവുക. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കൂത്താട്ടുകുളത്തുനിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.